നല്ല റെസ്പെക്റ്റാ. അതാ താൻ പറഞ്ഞപ്പോ അനുസരിച്ച്. അത് തെറ്റാടോ. എന്നോടുള്ള റെസ്പെക്റ്റിനേക്കാൾ ആഴം തന്നോടുള്ള സ്നേഹത്തിനാ. അത് അയാളുടെ ഓരോ വാക്കിലും ഉണ്ട്. യു ആർ ലക്കി. ആ, എന്തായി അരുണിന്റെ സ്നേഹയുടെ കാര്യം? സ്നേഹയുടെ ഡിമാൻഡ് ഞാൻ പറഞ്ഞല്ലോ. ആ കുട്ടി അതിൽ തന്നെ ഉറച്ചു നിൽക്കുക. ഞാൻ കരുതി ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോ സ്നേഹം മൊത്തത്തിലൊന്ന് ചേഞ്ച് ആയിട്ടുണ്ടാവുമെന്നാ. ആ കുട്ടിക്ക് എല്ലാം കുട്ടിക്കളിയാ. സംസാരവും പ്രവൃത്തിയും ഒക്കെ അങ്ങനെ തന്നെ. സ്നേഹയെക്കുറിച്ച് താൻ നല്ല റിസൾട്ട് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടോ? ഇതെങ്ങനെ സോൾവ് ചെയ്യാനാ? അരുണിനെ നിർബന്ധിക്കണം. വിവാഹത്തിന് മുന്നേ അത് അരുണിന്റെ ഒരു കീഴടങ്ങലാവില്ലേ? ഇനി ജീവിതം മുഴുവൻ വെറും അനുസരണക്കാരനാകേണ്ടി വരില്ലേ? അതൊന്നും ആലോചിച്ചിട്ട് കാര്യമില്ലല്ലോ. അവര് രണ്ടുപേരും രണ്ടായി നിന്നാ അതിന്റെ ബാധ്യത ചുമക്കേണ്ടത് ഞാനാ. അവർക്കിടയിൽ വരുന്ന തടസ്സത്തിന്റെ പേര് മൈഥിലി എന്നാ. എന്റെ അമ്മായിയാ. എനിക്ക് കോളൊന്ന് എടുക്കട്ടെ. ഹലോ അമ്മായി. ആ സുഖായിരിക്കുന്നു. രഞ്ജിത്ത് ഓഫീസിൽ പോയിരിക്കുക. ആണോ? അത് രഞ്ജിത്തുമായിട്ട് ഞാനൊന്ന് സംസാരിക്കട്ടെ. പിന്നീട് തിരിച്ചു വിളിച്ചാൽ മതിയോ? അമ്മായി പേടിക്കണ്ട, ഞാൻ വൈകുന്നേരം തന്നെ വിളിക്കാം. ശരി അമ്മായി, അവളോട് പറഞ്ഞേക്ക്. എന്താടോ? അച്ഛന് ഒരേ ഒരു പെങ്ങളാ. ഞാൻ ചെറുപ്പത്തിൽ വെക്കേഷൻ വന്ന അമ്മായിയുടെ അടുത്ത് നിന്നിരുന്നേ. അമ്മായിയുടെ മോളുണ്ട്, ആവണി. അവൾക്കിവിടെ തൊട്ടടുത്ത കോളേജിൽ PGക്ക് അഡ്മിഷൻ ശരിയായി. ഓ. അമ്മായി വിളിച്ചത് ആവണിയെ എന്റെ കൂടെ നിർത്തട്ടെ എന്ന് ചോദിക്കാനാ. ഇവിടെയോ? അതെ. മോള് സിറ്റിയിൽ പഠിക്കാൻ വരുന്നതൊക്കെ അമ്മായിക്ക് വലിയ ടെൻഷനാ. വേറെ എവിടെ നിർത്താൻ ധൈര്യമില്ലെന്ന് പറഞ്ഞ വിളി. അതാ ഞാൻ രഞ്ജിത്തിനോട് ചോദിക്കട്ടെ എന്ന് പറഞ്ഞത്. ആവണിക്ക് 3 വയസ്സുള്ളപ്പോ അമ്മായിയുടെ ഭർത്താവ് മരിച്ചതാ. പിന്നെ അമ്മായി ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്താ അവളെ നോക്കിയതും പഠിപ്പിച്ചതും ഒക്കെ. വലിയ സ്നേഹ. എന്ത് ചെയ്യുമെന്നാ ഞാൻ ആലോചിക്കുന്നത്. രഞ്ജിത്ത് വരുമ്പോ കാര്യം പറയ്. അയാളുടെ തീരുമാനം എന്താണോ അതനുസരിച്ച് ചെയ്യ്. അതനുസരിച്ച് മാത്രമേ ചെയ്യാവൂ. രഞ്ജിത്ത് എതിർപ്പൊന്നും പറയാൻ സാധ്യതയില്ലായിരിക്കും അല്ലേ? രഞ്ജിത്തിന്റെ ഉത്തരം എന്തായിരിക്കുമെന്ന് ഞാൻ മുൻകൂട്ടി പറയില്ല. ഇവിടെ നിങ്ങൾക്കിടയിൽ ഒരാൾ വരുന്നോണ്ട് തടസ്സമൊന്നും ഞാൻ കാണുന്നില്ല. അങ്ങനെ തന്നെ അയാളും ചിന്തിക്കണമെന്നില്ലല്ലോ. രഞ്ജിത്തിനോട് താനൊന്ന് സംസാരിക്കേ. താനൊന്ന് പോയേ. നിങ്ങൾക്കിടയിലെ എല്ലാ കാര്യങ്ങളും ഞാനാണോ സംസാരിക്കേണ്ടത്? അതും രണ്ടുപേരും ഇങ്ങനെ പരസ്പരം സ്നേഹിക്കുന്നതിനിടയ്ക്ക് എന്റെ ആവശ്യം എന്താ? ഞാൻ ചോദിക്കാം. അയാൾ എതിർപ്പൊന്നും പറയില്ലടോ. ഒന്നുമില്ലെങ്കിലും ഒരു പാവപ്പെട്ട സ്ത്രീയെ സഹായിക്കുന്ന കാര്യമല്ലേ. അനാമിക, ഞാൻ ഇറങ്ങാൻ നോക്കട്ടെ. മൈഥിലി, ഈ മായാമഹേശ്വരിയുടെ കാര്യം ഇങ്ങനെ പോയാ? അതങ്ങനെ പോട്ടെ. ആ കാര്യത്തിൽ നീ ഇടപെടാൻ നിൽക്കണ്ട. ഇനി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ തന്നെ ഞാൻ തനിച്ച് പറഞ്ഞോളാം. പോട്ടെ. അച്ഛന് ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ ഇഷ്ടം മോളെയാണ്. അതുകൊണ്ട് തന്നെ എന്ത് വിഷയം വന്നാലും യാമി മോൾ അച്ഛന്റെ കൂടെ നിൽക്കണം. ഞാൻ അച്ഛൻ പറയുന്നത് മാത്രമേ കേൾക്കാറുള്ളൂ കുട്ടിച്ച. അറിയാം, അച്ഛന്റെ ബിസിനസ്സിന് ചില പ്രശ്നങ്ങൾ വന്നത് അറിയാലോ. അപ്പൊ അച്ഛനെ സഹായിക്കാൻ വന്നയാളാണ് മായാമഹേശ്വരി. ശരിക്കു പറഞ്ഞ നിങ്ങളുടെ കുടുംബത്തിനും മായാമഹേശ്വരിയോടൊരു കടപ്പാടുണ്ട്. പക്ഷെ അമ്മ അത് ചെയ്യാൻ തയ്യാറാവുന്നില്ല. അപ്പൊ മായാമഹേശ്വരി ഇവിടെ വന്നാൽ വേണ്ട വിധത്തിൽ സ്വീകരിക്കേണ്ടത് യാമിമോളുടെ ഡ്യൂട്ടിയാണ്. എനിക്ക് മായാന്റെ ഇഷ്ടാ, പക്ഷെ അമ്മയ്ക്കത് പിടിക്കില്ല. പെൺകുട്ടികൾ തലയും താഴ്ത്തി നടക്കേണ്ടവരല്ല. പ്രതികരിക്കാനുള്ളിടത്ത് പ്രതികരിക്കുക തന്നെ വേണം. അതിപ്പോ അമ്മയുടെ മുന്നിലായാലും അതിനേക്കാൾ പ്രായമുള്ളവരുടെ മുന്നിലായാലും അത് തന്നെ വേണം. കേട്ടല്ലോ? ഇന്ന് മായാന്റി വന്നപ്പോ
യദു വളരെ മോശമായിട്ടാ പെരുമാറിയത്. അവൻ കുഞ്ഞല്ലേ, അമ്മ ചൊല്ലു കേട്ടാ വളരുക. അതൊന്നും കാര്യമാക്കണ്ട. മോളൊരു കാര്യം മനസ്സിലാക്കണം. മോളുടെ അച്ഛൻ്റെ നല്ല ജീവിതത്തിന് അമ്മ ഒരു തടസ്സമാണ്. പരസ്പരം പോരടിച്ചു നിൽക്കുമ്പോൾ ഒരാൾ മറ്റൊരാളുടെ നാശം ആഗ്രഹിക്കും. എന്ന് പറഞ്ഞാൽ സാരെങ്കിലും ഒരു നാശം ഉണ്ടാകണമെന്ന് മോളുടെ അമ്മ ആഗ്രഹിക്കുന്നുണ്ട്. അത് പക്ഷെ മോളോ അച്ഛനോ സമ്മതിച്ചു കൊടുക്കാൻ പാടില്ല. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എന്താ കുടിച്ച് അങ്ങനെ പറഞ്ഞത്? എങ്ങനെ കുടിച്ച് എന്തിനാ അമ്മയെ കുറ്റം പറയുന്നേ? ആര് കുറ്റം പറഞ്ഞു? നിന്നോട് ആരാ ഇപ്പൊ ഇങ്ങോട്ട് വരാൻ പറഞ്ഞേ? ഞാൻ വന്നാലെന്താ? ഇവിടെ രണ്ടാളും കൂടി ഇരുന്ന് അമ്മയെ കുറ്റം പറയല്ലായിരുന്നോ? എന്താ ഇത് കുട്ടായത്? കുട്ടിച്ചൻ അമ്മയെ എന്തെങ്കിലും പറയുമോ? നോണ പറയണ്ട. കുട്ടിച്ചൻ പറഞ്ഞ് ഞാൻ കേട്ടതാ. കുട്ടിച്ചനെയും അമ്മൂമ്മയും അമ്മയ്ക്ക് വലിയ ഇഷ്ടമല്ലേ? എന്നിട്ട് കുട്ടിച്ചനമ്മയെ ദ്രോഹിക്കുന്ന കാര്യം പറയാൻ പാടുണ്ടോ? എടാ, നീ വെറുതെ വഴക്കുണ്ടാക്കാൻ നോക്കരുത്. കുട്ടിച്ചൻ എന്താ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. വേണ്ട, കുട്ടിച്ചൻ ചീത്തയാ. ഞാൻ അമ്മയോട് പറയും. കുട്ടാ വേണ്ട, എന്നോട് ഇനി ഒന്നും പറയണ്ട. കുട്ടിച്ച, അമ്മ വരുമ്പോ അവനെല്ലാം പറഞ്ഞു കൊടുക്കും. പേടിക്കണ്ട. അങ്ങനെ പെട്ടെന്നൊന്നും അമ്മ കുട്ടിച്ചനെ അവിശ്വസിക്കില്ല. പിന്നെ അമ്മ തിരിച്ചു വരുമ്പോ മോൾ എങ്ങനെ പെരുമാറുന്നു എന്നതിലാ കാര്യം. ഞാൻ എന്താ ചെയ്യണ്ടേ? അത് കുട്ടിച്ചൻ പറഞ്ഞുതരാം. കുട്ടിച്ചൻ നടുക്കടലിൽ നിന്ന് നീന്തൽ പഠിച്ച ആളാ മോളെ. യദുക്കുട്ടൻ വെള്ളത്തിലിറങ്ങുമ്പോ ചെറിയൊരു ഓളമൊക്കെ ഉണ്ടാവും. അതില് കുട്ടിച്ചൻ മുങ്ങിപ്പോകത്തൊന്നുമില്ല. എന്റെ കർത്താവെ, ഒരു കണ്ണട ഉള്ളത് പള്ളി വെച്ച് മറക്കുകയും ചെയ്തു. നമുക്കിറങ്ങാം. എങ്ങോട്ട്? അത് ശരി, പച്ചക്കറി വാങ്ങാൻ പോവാന്ന് പറഞ്ഞിട്ട്? ഓ, അതൊക്കെ നീ നോക്കി അങ്ങ് വാങ്ങിച്ചാ മതി. ആ, ബെസ്റ്റ്. ഞാൻ നോക്കി വാങ്ങി സമ്മതിക്കോ? പിന്നെ കൊണ്ടുവരുമ്പോ തുടങ്ങില്ലേ നാടനല്ല വിഷമാണെന്നൊക്കെ പറഞ്ഞ്. ഓ, വിഷമൊക്കെ വിഷം, നീ തന്നെ നോക്കി വാങ്ങിച്ചോ. അല്ല, ഇതെന്തിങ്ങനെ വാശി പിടിക്കുന്നത്? എവിടെയെങ്കിലും പോകാനുണ്ടോ? ആ, ഉണ്ട്. എനിക്ക് 1-2 പേരെ കാണാനുണ്ട്. എന്നിട്ടത് എന്നോട് പറഞ്ഞില്ലല്ലോ. എല്ലാ കാര്യങ്ങളും എല്ലാവരോടും തുറന്ന് പറയാൻ പറ്റൂ? പെട്ടെന്നൊരു വിളി വന്നു, എനിക്ക് പോണം, അത്യാവശ്യ കാര്യം, അത്ര തന്നെ. മനസ്സിലായി. എന്നോട് കരുതിക്കൂട്ടി ദേഷ്യപ്പെടുവാണല്ലേ? എനിക്കെന്താ അതിന്റെ ആവശ്യം? എനിക്ക് എന്തായാലും പുറത്തു പോയേ പറ്റൂ. എനിക്കെന്തായാലും ഇവിടെ ഇരുന്നേ പറ്റൂ. ഇങ്ങനെ പോയാൽ പറ്റില്ല ഫാദർ. വേണ്ട. പോയി എനിക്ക് ആരും ഇല്ലാണ്ടായിപ്പോ. അതാ ഇപ്പൊ സംഭവിക്കുന്നത്. ആ, അതെ. ഞാൻ എന്തോ വലിയ തെറ്റ് ചെയ്ത പോലെയാണല്ലോ ഇപ്പോ. അതെ. എന്ത് ഈ അതെ അതെ എന്ന് പറഞ്ഞോണ്ടിരിക്കുന്നത്? മുഖം മുഴിച്ച് സംസാരിച്ചോണ്ടിരുന്ന എന്റെ തീരുമാനങ്ങൾക്ക് വല്ല മാറ്റം ഉണ്ടെന്ന് പ്രതീക്ഷയുണ്ടോ? ആ, പ്രതീക്ഷയില്ലാതെ ലോകത്ത് ഒരുപാട് പേര് അങ്ങനെ ജീവിക്കുന്നുണ്ടല്ലോ. ഇതിനൊക്കെ എന്താ പറയണ്ടേന്നറിയോ? ഭ്രാന്താന്ന് പറഞ്ഞോടാ, അതല്ലേ എളുപ്പം. നമുക്കിഷ്ടമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കുന്നവർക്കൊക്കെ ഭ്രാന്താന്ന് പറഞ്ഞാ അപ്പൊ പിന്നെ നമ്മുടെ കാര്യം സേഫ് ആയല്ലോ. അങ്ങനെ ചിന്തിക്കാൻ എനിക്ക് സൗകര്യമില്ലെങ്കിലോ? ചിന്തിക്കണ്ട. എനിക്ക് ഇന്നലെ ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. വരട്ടെ. അപ്പൊ എനിക്ക് ദേഷ്യം വന്ന പാത്രമൊന്നുമില്ലേ? തൽക്കാലം ഒന്നുമില്ല. എനിക്ക് സങ്കടം വന്നാലും ഇല്ല. അതും തൽക്കാലം ഒന്നുമില്ല. എന്നാ പച്ചക്കറി വാങ്ങിക്കാൻ എനിക്ക് സൗകര്യമില്ല. വേണ്ട, ഞാൻ പോവാ. എന്നാ പോ. അതെ. എന്ത് പോണില്ലേ? പോവാ. എല്ലാരും കൂടി വാശി പിടിച്ചും ബഹളം വെച്ചും ഒരു പെണ്ണിന്റെ മുമ്പിൽ എന്നെ അടിമയാക്കി നിർത്തി കൊടുത്തിട്ട് അടങ്ങുമല്ലേ? അമ്മേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ? ഇവിടെ വരുന്നവരോട് മുഴുവൻ മോശമായിട്ട് പെരുമാറാൻ അമ്മ യദുവിനെ പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ടോ? എന്താ കാര്യം? അമ്മുമ്മയുടെ മരുന്നിന്റെ കാര്യം ചോദിക്കാൻ വേണ്ടി കുട്ടിച്ചൻ വന്നിരുന്നു. കുട്ടിച്ചനോട് അവൻ എന്തൊക്കെയാ പറഞ്ഞതെന്നറിയോ? ആര്? യദുവോ? അവൻ തന്നെ. കുട്ടിച്ച സങ്കടം വന്നിട്ടാ ഇവിടുന്ന് ഇറങ്ങിപ്പോയത്. അങ്ങനെയൊന്നും ഉണ്ടാവില്ല. എന്നാ അമ്മ കുട്ടിച്ചനെ വിളിച്ച് ചോദിക്ക്, എന്തൊക്കെ കള്ളങ്ങളാവാൻ പറഞ്ഞ് ഉണ്ടാക്കുന്നതെന്ന്. സുമ, നീ പറയുന്നത് പൂർണ്ണമായിട്ടൊന്നും എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഞാൻ സുമയോട് ചോദിക്കട്ടെ. ഇവിടെ എന്താ സുമ ഉണ്ടായത്? കുട്ടിച്ചൻ വന്ന് ഇവിടെ കുറേ നേരം കാത്തിരുന്നു. മാഡത്തിനെ വിളിക്കാന്ന് പറഞ്ഞപ്പോ വേണ്ടാന്ന് പറഞ്ഞു. എന്നിട്ട്?
കുറച്ചു മുമ്പ് കുട്ടിച്ചൻ തിടുക്കത്തിൽ ഇറങ്ങിപ്പോയി. എന്താ ഉണ്ടായെന്ന് എനിക്കറിയില്ല. അമ്മയ്ക്ക് ഞാൻ പറഞ്ഞൊന്നും വിശ്വാസമായില്ലല്ലോ. അപ്പൊ അവൻ എങ്ങനെ വേണമെങ്കിലും പെരുമാറാം. സുമ, യദുവിനെ വിളിക്ക്. മായാണ്ടി വന്നപ്പോ അവ മോശമായിട്ട് പെരുമാറി, അതെല്ലാരും പോട്ടേന്ന് വെച്ചു. അതുപോലല്ലോ കുട്ടിച്ചൻ. അമ്മ തന്നെയല്ലേ പറഞ്ഞിട്ടുള്ളത് കുട്ടിച്ചൻ നമ്മുടെ സ്വന്തമാണ്, കുട്ടിച്ചനെ അമ്മൂമ്മേനെയൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കണമെന്ന്. നീ കിടന്ന് ചാടാതെ, ഞാൻ അവനോട് കാര്യം എന്താന്ന് ചോദിക്കട്ടെ. യദു, കുട്ടിച്ചനോട് മോൻ എന്താ പറഞ്ഞേ? ഞാനല്ല, കുട്ടിച്ചനെ വേണ്ടാത്ത കാര്യം പറഞ്ഞു. എന്ത് കാര്യം? അച്ഛൻ നശിച്ചു കാണാൻ അമ്മ ആഗ്രഹിക്കുന്നുണ്ടെന്ന് കുട്ടിച്ചൻ പറഞ്ഞു. ചേച്ചിയുടെ അച്ഛൻ്റെ കൂടെ നിന്ന് അമ്മയെ തോപ്പിക്കണമെന്നും പറഞ്ഞു. എന്ത് കള്ളവയം പറയുന്നത്? കുട്ടിച്ചൻ പഠിക്കുന്ന ആരും എന്നോട് ചോദിച്ചത്. കള്ളം പറയുന്ന ചേച്ചിയാ. ദേ അമ്മ, എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. കുട്ടിച്ചൻ എന്നോട് അങ്ങനൊന്നും പറഞ്ഞിട്ടുമില്ല, ഞാൻ കേട്ടിട്ടുമില്ല. ഇവന് പിന്നെ എല്ലാവരുടെ മുന്നിലും അമ്മയെ ന്യായീകരിക്കുന്നതാണല്ലോ ജോലി. നീ ഒരുപാടൊന്നും പറഞ്ഞു കൊള്ളണ്ട. കുട്ടിച്ചന്റെ വിഷയം എന്താന്ന് ഞാൻ ചോദിച്ചോളാം. എപ്പോ ചോദിക്കാൻ? ദേ ഒരു കാര്യം ഞാൻ പറയാം. കുട്ടിച്ചന്റെ മനസ്സ് വിഷമിപ്പിച്ചു എന്ന് അച്ഛൻ അറിഞ്ഞ അച്ഛൻ ഇവിടെ പ്രശ്നം ഉണ്ടാക്കും. പിന്നെ അച്ഛന്റെ കുറ്റം പറയുന്നിട്ട് കാര്യമില്ല. അമ്മയെ ഞാൻ ശരിക്കും കേട്ടതാ. കുട്ടിച്ചൻ ചീത്തയാ 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 ചീത്തയാ. യദു, നിർത്ത്. വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയരുത്. ചേച്ചി അനിയനും തമ്മിൽ എന്തെങ്കിലും വഴക്കുണ്ടെങ്കിൽ അതിലേക്ക് ആവശ്യമില്ലാത്തവരൊന്നും വെറുതെ വലിച്ചഴിക്കരുത്. വാ, നമുക്കിപ്പോ തന്നെ കുട്ടിച്ചന്റെ അടുത്തേക്ക് പോവാം. ഞാൻ വരില്ല, എനിക്ക് കാണണ്ട. കണ്ടില്ലേ അവന്റെ അഹങ്കാരം? അവനറിയാം കുട്ടിച്ചനോട് ചെയ്ത മോശമാണെന്ന്. അപ്പൊ പിന്നെ കുട്ടിച്ചന്റെ മുന്നിൽ ചെന്ന് നിൽക്കാൻ പറ്റില്ലല്ലോ. യദു, നിന്നോട് വരാനാ പറഞ്ഞത്. ഞാൻ വരില്ല, ഞാൻ പറഞ്ഞ സത്യാ. നിന്നോട് വരാനല്ലേ പറഞ്ഞത്? വാ. സുമ, ഞാൻ വരാൻ കുറച്ച് വൈകും. യദുമോൻ കുഞ്ഞല്ലേ, എന്തെങ്കിലും ചെറിയ തെറ്റ് കാണിച്ചാലും മോൾ ഇങ്ങനെ കിടന്ന് ബഹളം വെക്കാൻ പാടുണ്ടോ? അവന്റെ മനസ്സ് വേദനിക്കില്ലേ? അതിന് നിങ്ങൾക്കെന്താ? തെറ്റ് ചെയ്തവരുടെ മനസ്സ് വേദനിക്കും. കൂടുതൽ കാര്യങ്ങളൊന്നും അന്വേഷിക്കാൻ വരണ്ട. ഇറങ്ങിങ്ങോട്ട് വാ. ഇറങ്ങാനല്ലേ പറഞ്ഞേ? കുട്ടിച്ചാ, കുട്ടിച്ചാ. കുട്ടിച്ചനില്ല മോളെ, ഇങ്ങ കേറി വാ. വാ. അല്ല, ആരാ ഇത്? എത്ര നാളായി യദുക്കുട്ടൻ അമ്മൂമ്മയുടെ അടുത്ത് വന്നിട്ട്? ഇരിക്കെ. അമ്മൂമ്മയെ മറന്നുപോയോ? മറന്നൊന്നുമല്ല, പഠിക്കാനുണ്ടതാ. നന്നായി. മൈഥിലി, എന്താ മോന്റെ മുഖം വല്ലാതിരിക്കുന്നേ? അത് ചെറിയൊരു പ്രശ്നമുണ്ടായി. അതാ ഇവനെയും കൂട്ടി ഞാനിപ്പോ പോകുന്നത്. എന്തു പറ്റി? കുട്ടിച്ചൻ കുറച്ചു മുമ്പ് വീട്ടിൽ വന്നിരുന്നു. ഇവൻ കുട്ടിച്ചനോട് ആവശ്യമില്ലാത്ത എന്തൊക്കെയോ പറഞ്ഞു. കുട്ടിച്ചൻ അമ്മയെക്കുറിച്ച് യാമി ചേച്ചിയോട് പറഞ്ഞപ്പോ ഞാൻ ചോദിച്ചതാ അമ്മൂമ്മേ. ഇവൻ വേറെന്തോ കേട്ടതാ. കുട്ടിച്ചൻ എന്നെ കുറിച്ച് അങ്ങനെയൊക്കെ പറയോ? ഞാനോ കുട്ടികളോ കാരണം അമ്മയ്ക്കോ കുട്ടിച്ചനോ എന്തെങ്കിലും വിഷമം ഉണ്ടായാ അതെനിക്ക് സഹിക്കാൻ പറ്റില്ല. നിന്റെ മനസ്സിൽ അങ്ങനെയുണ്ട്, പക്ഷേ എല്ലാവരുടെ മനസ്സിലും അങ്ങനെ ആവണമെന്നില്ല. ചില കാര്യങ്ങൾ ശരിയാണെന്ന് നമുക്ക് തോന്നും, പക്ഷേ കാലം കുറെ കഴിഞ്ഞിട്ടാവും അതിലെ തെറ്റ് നമുക്ക് മനസ്സിലാവുക. ആ, മോള് വന്നോ? സോറി കുട്ടിച്ച, വന്നപ്പോഴാ യാമി കാര്യമൊക്കെ പറഞ്ഞത്. എനിക്ക് നല്ല വിഷമായി. എനിക്ക് വിഷമൊന്നുമില്ല മോളെ. യദുക്കുട്ടൻ കുഞ്ഞല്ലേ. ഉത്തരം നോക്കിക്കിടക്കുന്ന ഇവളും ജീവിതത്തിന്റെ ഉത്തരം നഷ്ടപ്പെട്ടു പോയ ഞാനും. അതാണ് കുട്ടിച്ചന്റെ കുടുംബം. ഇടയിൽ എപ്പോഴെങ്കിലും നല്ല കാര്യം പറയുന്നുണ്ടെങ്കിൽ, നല്ലത് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് നിന്റെ കുടുംബത്തിനെ കുറിച്ച് മാത്രമാണ്. ഈ ഭൂമിയിൽ ഇങ്ങനെയൊക്കെ പിടിച്ചു നിർത്താൻ ആരൊക്കെയോ ഞങ്ങൾക്കുണ്ടെന്നൊരു തോന്നൽ, അത് നിങ്ങൾ മാത്രമാണ്. അല്ലേ ലക്ഷ്മി?
ഇറങ്ങി നടക്കുമ്പോൾ എനിക്കൊരു വേദനയേ ഉണ്ടായിരുന്നുള്ളൂ. ഇതും എനിക്ക് നഷ്ടപ്പെടുകയാണല്ലോ ഈശ്വര എന്ന്. ഇതുകൂടി പോയാൽ കഴിഞ്ഞു. പിന്നെ എപ്പോഴെങ്കിലും നീ വാതിൽ തുറന്ന് അകത്ത് കയറുമ്പോ അനക്കമില്ലാതെ രണ്ടുപേരും ഇവിടെ കിടക്കുന്നുണ്ടാവും. കുട്ടിച്ചൻ എന്തൊക്കെയാ പറയുന്നത്? യദു, അപ്പൂപ്പന്റെ സങ്കടം കണ്ടില്ലേ നീ? അപ്പൂപ്പനോട് മാപ്പ് പറഞ്ഞ? ഏയ്, അതൊന്നും വേണ്ട മോളെ. കുട്ടിച്ച സോറി. സാരമില്ല മോനെ, എന്റെ കുഞ്ഞിനൊരു തെറ്റുപറ്റി. കുട്ടിച്ചനത് അപ്പോഴേ പുറത്തു. കുറെ നാള് കൂടിയിട്ട് യദുക്കുട്ടൻ വന്നതല്ലേ. മോനെന്താ കഴിക്കാൻ വേണ്ടത്? കുട്ടിച്ചൻ ഇപ്പൊ പോയി വാങ്ങിച്ചോണ്ട് വരാം. എനിക്കൊന്നും വേണ്ട. ഇവിടെ ഇപ്പൊ എന്താ ഉള്ളത്? ആ, അകത്ത് ബിസ്ക്കറ്റ് ഇരിപ്പുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇയാൾക്ക് ചായയിൽ മുക്കി കൊടുക്കാനുള്ളതാ. കുട്ടിച്ചൻ അത് എടുത്തിട്ട് വരാം. അതൊന്നും വേണ്ട കുട്ടിച്ച. കുട്ടിച്ചന്റെ ദാരിദ്ര്യത്തിനിടയിൽ ഇങ്ങനെ ഒരു സൽക്കാരം ആയിക്കോട്ടെ മൈഥിലി. മോൻ വാ വാ. പാവം, കുട്ടിച്ചന് നല്ല വിഷമായി. ഞങ്ങൾ പോയാലും അമ്മയൊന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കണം. ഞാൻ പറഞ്ഞാലൊന്നും കുട്ടിച്ചന്റെ മനസ്സ് തണുക്കില്ല മോളെ. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ കുട്ടിച്ചൻ ചില കാര്യങ്ങളൊക്കെ എന്നേ വേണ്ടാന്ന് വെച്ചേനെ. കുട്ടിച്ചൻ അമ്മ പറഞ്ഞാൽ കേൾക്കാതിരിക്കൂ. എന്താ ഈ പറയുന്നേ? ഞാൻ ഈ കിടപ്പ് കിടന്നപ്പോ ഏറ്റവും തളർന്നു പോയത് എന്റെ നാവാ. വല്ലാത്തൊരു കെട്ടു വീണു. മിണ്ടിക്കൂടാ. ചിലത് കേട്ടാ പ്രതികരിച്ചുകൂടാ. ലക്ഷ്മി, ഇങ്ങനെയൊക്കെ മൈഥിലിയോട് പറഞ്ഞാൽ അവൾ എന്ത് കരുതുമെന്നറിയോ? ഞാൻ തന്നെ എന്തോ ശാസിച്ച് പേടിപ്പിച്ച് കിടത്തിരിക്കുന്നു എന്നല്ലേ? ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. ഒന്നുമില്ല മോളെ. ദാരിദ്ര്യം കാണുമ്പോ പിന്നാമ്പുറത്തെ പറമ്പ് വിൽക്കുന്ന കാര്യം പറയും. ഞാനത് സമ്മതിക്കില്ല. മോന്റെ കാര്യം പറഞ്ഞ് ഞാനിരുന്ന് കരയുമ്പോ കാലം കുറെ ആയില്ലേ, ഇനി എന്തിനാന്ന് ചോദിക്കും. ഞാനതും കേൾക്കില്ല. ഞങ്ങൾ തമ്മിൽ ഈ അഭിപ്രായ വ്യത്യാസമൊക്കെ ഉള്ളൂ. എന്തായാലും യദുമോനെ കൂട്ടിയൊന്ന് വന്നത് നന്നായി. കുട്ടിയച്ഛന്റെ മനസ്സിലെ വിഷമം അങ്ങോട്ട് അവസാനിച്ചു.